നമസ്കാരം, ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, അധികം മസാല ചേർക്കാത്ത നല്ല ഒരു അടിപൊളി ചിക്കൻ കറി. മസാല ചേർക്കാത്തതെന്ന് വെച്ചാൽ ഓൺലി നമ്മൾ പെരുംജീരകം മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം. പെരുംജീരകം പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ നമ്മളുടെ ഗരം മസാല ഒന്നും ഉപയോഗിക്കാത്ത ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലീസ് ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ആദ്യം തന്നെ അത്യാവശ്യം എണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുനുകുനേ അരിഞ്ഞ കുറച്ച് സവാളാണോ സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ഇന്നെടുക്കുക കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കുക. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്, പക്ഷേ ഭയങ്കര വിലയാണ്ട് ഞാൻ ചെറിയുള്ളി ഇട്ടില്ല, അതിനൊരു സവാളയാണ്, പിന്നെ ഇവിടെ കിട്ടുകയില്ല. ഇനി ഒരു 3 വലിയ വെളുത്തുള്ളിയുടെ പീസും പിന്നെ ഒരു കുട്ടി ഇഞ്ചിൻ്റെ പീസും പിന്നെ ഒരു കുട്ടി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിൽ എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. ഇത് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണേ. പുള്ളിക്കറി അസാധ്യ കുക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. തക്കാളിയുടെ ആ ടേസ്റ്റ് എല്ലായിടത്തും എത്തുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു 12 കോഴിയുടെ കാല് ഇങ്ങനെ വെട്ടി ഒരു 12 പീസല്ല, ഒരു 4 പീസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാലും വെട്ടിക്കളയാം, എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 4 പീസായിട്ട് വെട്ടിയെടുക്കുക. ഇനി നമുക്കിങ്ങനെ വരട്ടി വെച്ചിരിക്കുന്നതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, എന്നിട്ട് ഒരു നുള്ള് ഏലക്കപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഏലക്കപ്പൊടിയുടെ ആ മണം ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലേവറാണ് നമുക്ക് ചിക്കൻ കറിക്ക് തരിക, നല്ല ടേസ്റ്റാണ്. പിന്നെ പെരുംജീരകം അധികം എന്താ പറയുക, മസാലേൻ്റെ ടേസ്റ്റ് ഇതിനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ നല്ല ഒരു സ്പെഷ്യൽ ഫ്ലേവർ തരുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറും വരെ, എന്ന് വെച്ചാൽ പൊടിയുടെ പച്ചമണം മാറും വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ചെറുതീയിൽ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കാം, വരട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേന് അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചിരുന്ന ആ ചിക്കനില്ലേ, അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ചിക്കൻ്റെ കാല് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു 1.5 കിലോ ചിക്കൻ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ കണക്ക് നിങ്ങളുടേത് അനുസരിച്ച് ഇടണം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾ എരിവ് അധികം ഉപയോഗിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് പിരിയമുളക് ഏറെ ചേർത്ത് പൊടിച്ച, ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ അത് എരിവ് അനുസരിച്ച് മുളക് പൊടി ഉപയോഗിക്കണേ. പിന്നെ നമ്മൾ എവിടുന്ന് വാങ്ങിച്ച ചിക്കൻ ആയാലും അതിനകത്ത് നിറയെ വെള്ളം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഒരു നമ്മളുടെ ആ മിക്സി, പിന്നെ എന്താ വെച്ചാൽ എന്താ പറയുക, ടൊമാറ്റോ അത് പേസ്റ്റ് ഉണ്ടാക്കിയില്ലേ, ആ പേസ്റ്റ് ഉണ്ടാക്കി ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു അരപ്പ് കളയണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഒഴിക്കുക. പിന്നെ നമുക്ക് ഏറെ വെള്ളം ഒഴിക്കണം, എന്നാലേ ആ ചിക്കൻ്റെ ചാറ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്രേവി കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനിങ്ങനെ ഒരുപാട് എന്താ പറയുക, ആ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന ആ പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇത്രയായാലും മതി. എന്നിട്ട് നമ്മൾ ഉപ്പ് തിളച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. സോറി, എനിക്കിങ്ങനെ തെറ്റിപ്പോണ്ട്. എന്നാലും ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ ഒന്ന് എല്ലായിടും ഒന്ന് അതിൻ്റെ ആ അരപ്പൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ടിത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ഈ സമയത്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ടിന് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ക്വസ്റ്റ്യൻ ഇതാണേ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ പേരെന്താണ്? ഇതൊരു ബേക്കറി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ ഈ ചാറ്റിലൊന്നിടണേ. അപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പലഹാരം ഏതാണ്? നമ്മുടെ കേരളത്തിലുള്ളവരാണെങ്കിലും ആരായാലും ഈ ഒരു പലഹാരത്തിനെ ബഹുമാനിക്കും. അപ്പോൾ ഏതാണ് ആ പലഹാരം? അപ്പോൾ നമുക്കിത് തിളച്ച് വരുന്നിടം വരെ
നോക്കാം കേട്ടോ. മറക്കാതെ കമൻറ്റ് ഇടണം. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എന്താ പറയുക, ഒരു പാട്ടും കൂടി ആഡ് ചെയ്യട്ടെ. അപ്പോൾ സാധനം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ അത്യാവശ്യം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടവേളയിലൊരു പാട്ട് പാടിയല്ലോ. ഒരു കൂട്ടം ഞാനിന്ന് ചെവിയിൽ ചൊല്ലാം, കുറുക്കുത്തി മുല്ലേ പൂമുല്ലേ, ഒരു കൂട്ടം ഞാനിന്ന്. ചെവി ചൊല്ലുന്നതിന് മുന്നേ നമ്മളുടെ താളിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കടുക്, പിന്നെ വറ്റൽമുളക്, പിന്നെ കുനുകുനേ അരിഞ്ഞ് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് ഇതൊരു ബ്രൗൺ നിറം ആവുന്നിടം വരെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന്. എന്നിട്ട് അതിലേക്ക് അപ്പോൾ അതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേന് ഒരു 1/2 തക്കാളി മുറിച്ച് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്നിട്ട് നമുക്ക് ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളുടെ എന്താ പറയുക, ഈ താളിക്കുന്ന ഈ ഒരു സാധനം കൂടി ഇട്ട് നമ്മുടെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പം അവസാനം തക്കാളി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാട്ട് മുഴുവിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ ചാനലും ഒക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ പോവുകയാണെങ്കിൽ എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റയിൽ അമേരിക്കൻ വിശേഷം എന്ന് പറയുന്ന എനിക്കൊരു ചാനലുണ്ട്. അപ്പോൾ അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിച്ചപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കടുക് പൊട്ടിച്ച് ഇട്ടുള്ള പരിപാടിയൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു 100% ഉറപ്പ് പറയാൻ പറ്റും. ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ചേരുവയൊക്കെ എൻ്റെ കൈ വാക്കിനാണ് ഇടുന്നതെങ്കിലും പക്ഷേ സംഭവം പൊളിയാണ്. എൻ്റെ ചിക്കൻ കഴിച്ചിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആരുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മസാല അധികം ഇഷ്ടമല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ കറി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വീണ്ടും വേണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.